ഇന്നൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഈ നടന്നു വരുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണച്ചക്കനാണെന്നൊക്കെ തോന്നും. പക്ഷേ ആ ലുക്ക് മാത്രമേ ഉള്ളൂ. ശരിക്കും കല്യാണച്ചക്കൻ ഇതല്ല കേട്ടോ. ആദ്യം തന്നെ മണ്ഡപത്തിലേക്ക് നന്നായിട്ട് കാണുന്ന തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി നിന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പെണ്ണും ചെക്കനും വന്ന് മണ്ഡപത്തിലേക്ക് കയറിയപ്പോഴേക്കും മൊത്തം ആൾക്കാരായ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി ഞങ്ങളെ കെട്ടിയോന്മാരെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ അവരെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയൊക്കെ തരികയാണ്. അച്ഛനെ എടുത്തോണ്ട് നടക്കാൻ പുതിയൊരു അങ്കിളിനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ അവൻ. പിന്നെ ഇതാണ് ദീപക്കേട്ടൻ. ഇങ്ങനെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പം അച്ഛനാവാൻ പോകുന്നതിന്റെ തയ്യാറെടുപ്പിലാട്ടോ. അച്ഛനെ എടുത്ത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ലച്ചുട്ടന്റെ അച്ഛൻ അവനെ എടുത്ത് നടക്കുന്നേ കണ്ടിട്ട് അച്ചു അങ്ങേരെ മേലിൽ പോയി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ അച്ചു അവിടുന്ന് ഇറങ്ങി വരാൻ കുറച്ച് പ്രയാസമാണ്. അവന് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ രണ്ടുപേരെ എടുത്ത് നിൽക്കുന്നത്. ഞാനിങ്ങനെ എല്ലാരെയും പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പുറത്തുനിന്ന് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അച്ചു ആണെങ്കിൽ തീരെ പേടിച്ചില്ല കേട്ടോ. അവൻ ഇനിയും പൊട്ടിക്കി എന്ന് പറയാണ്. പക്ഷേ ഞാനൊന്നായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള 2 പേര് മിസ്സിങ് ഉണ്ടായിരുന്നേ. നമ്മുടെ കല്യാണച്ചക്കനും കല്യാണപ്പെണ്ണും തന്നെ. പിന്നെ ചെക്കനൊന്നായിട്ട് ചായം പൂശുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു മേക്കപ്പ് ലേശം കുറഞ്ഞു പോയോണ്ടാണെന്ന്. എന്തായാലും അങ്ങേർക്ക് ഇറങ്ങി ഓടണമെന്നുണ്ട്. മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷേ കല്യാണം കഴിച്ചു പോയില്ലേ, പെണ്ണിനെയും കൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാം സഹിച്ച് മിണ്ടാതെ ഉരിയാടാതെ അങ്ങേര് അങ്ങനെ നിൽക്കുകയാണ്. ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നെ എൻ്റെ കെട്ടിയോനാട്ടോ. ബിക്കോസ് ഞാൻ ആ സമയത്ത് മെയിനായിട്ടുള്ള പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു. വേറെ ഒന്നല്ല, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.